Hi dears, welcome back to a new video. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഷബ്ന. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ലോങ് ചെയിൻ ആണ്. രണ്ട് ഡിസൈൻ, ചെറിയ വ്യത്യാസത്തിൽ രണ്ട് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബീഡ്സ് ആണ്. ഞാനിവിടെ ബ്ലാക്ക് കളർ ബീഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗോൾഡൻ കളർ ബീഡ്സ് സെയിം സൈസിലുള്ളത്, ലോക്കറ്റ്, നൂല്, സൂചി, പിന്നെ ഗ്ലൂ വേണം, ചക്കിരി, കട്ടർ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. ഈ ഒരു മാലയുടെ സാധനങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് തന്നെ സൂചിയിലോട്ട് നൂല് കോർക്കാം. ലോങ് ചെയിനാണ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചിട്ട് എത്ര ലെങ്ത് വേണോ അത്രയും നൂലെടുത്താൽ മതി. കോർത്ത ശേഷം ഒരു കെട്ടിട്ട് വെക്കുക, അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഗ്ലൂ എടുത്ത് ആ നൂലിൻ്റെ മേലെ കൂടെ ഒന്ന് വലിച്ചു വിടുക. ലൈറ്റായിട്ടൊന്ന് വലിച്ചു വിട്ടാൽ മതി. അത് രണ്ടും കൂടി ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സൂചിയും നൂലും റെഡിയായി കഴിയുമ്പോൾ നമുക്ക് കോർത്ത് തുടങ്ങാം. കോർക്കുമ്പോൾ ഒരു ബീഡ്, ഒരു ചക്കിരി, ആ ഓർഡറിലാണ്. ഒരു ചക്കിരി കോർക്ക്, ഒരു മുത്ത് കോർക്ക്, വീണ്ടും ഒരു ചക്കിരി കോർക്ക്, വീണ്ടും ഒരു മുത്ത് കോർക്ക്, ആ ഓർഡറിൽ കോർത്ത് പോകാം. ഈ ചക്കിരി ഒരുപാട് ടൈപ്സ് ഉണ്ട്, ഒരുപാട് ഡിസൈനിലുണ്ട്. ഇതൊരു ഫ്ലവർ ടൈപ്പാണ്, അതായത് ബീഡുമായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കില്ല. രണ്ടിൻ്റെ ഇടയിൽ ഇട്ടാലും അത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ചക്കിരിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പാക്കായിട്ട് ഒരു 50 എണ്ണം 100 എണ്ണം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ മുത്ത്, അതെ നമ്മുടെ സാധാരണ ബീഡിൽ കുറച്ചുകൂടി എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷൈനിങ് ഉള്ള ഒരു മുത്താണ് ഈ ബ്ലാക്ക് കളർ മുത്ത് കേട്ടോ. അപ്പോൾ ഈ 10 മുത്താണ് ഒരു സെറ്റ്. 10 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാക്ക് കളർ, ഈ മുത്തിൻ്റെ, ബ്ലാക്ക് മുത്തിൻ്റെ അതേ സൈസിലുള്ള ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. സെയിം സൈസ് ആണെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയി നമുക്ക് ഈ നൂലിൻ്റെ പകുതി വരെ കോർത്തെടുക്കാം. 10 ബ്ലാക്ക് മുത്ത് കഴിഞ്ഞ് ഒരു ഗോൾഡൻ മുത്ത് അങ്ങനെ കോർക്കാം. ഇപ്പോൾ ഇവിടെ 10 മുത്ത് കോർക്കുന്നതിൻ്റെ ഇവിടെ മാറ്റം വരുത്തുന്നതിൽ മാറ്റം വരുത്താം എണ്ണത്തിൽ. ലെങ്ത്ത് കുറവുള്ള മാലയാണെങ്കിൽ ഈ 10 മുത്ത് കോർക്കുന്ന അവിടെ ഒരു 5ഓ 7ഓ എല്ലാം കോർക്കാം. അതിനനുസരിച്ചിട്ട് ഗോൾഡൻ കളർ മുത്ത് കൂടുതൽ ഇടേണ്ടി വരും. കാണാൻ ഭംഗിയുണ്ടാവും. ഞാൻ കുറച്ച് ലെങ്ത്ത് കൂടിയ മാലയായതുകൊണ്ടാണ് ഒരു 10 മുത്ത് വെച്ചിട്ട് എടുത്തത്. കുറച്ച് നല്ല ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. നമ്മൾ പകുതി വരെ കോർത്ത് കഴിഞ്ഞു. പകുതി ആയി കഴിയുമ്പോൾ നമുക്കതിലോട്ടിനി ലോക്കറ്റ് കോർക്കാം. അപ്പോൾ ഈ മുത്തിന് മാച്ചായിട്ട് ബ്ലാക്ക് കളർ ഒരു ലോക്കറ്റ് ഉണ്ട്. ഈ ലോക്കറ്റിന് അത്ര 45 റുപ്പീസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഈ ഗോൾഡൻ കളർ മുത്ത് പിന്നെ ഒരു ചക്കിരി കോർത്ത് കഴിഞ്ഞാൽ ലോക്കറ്റ് കോർക്കാം. വീണ്ടും ചക്കിരി കോർത്ത് ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ട് വീണ്ടും ചക്കിരി കോർത്ത ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഈ മാല ഫിനിഷ് ചെയ്യും. ഇതേപോലെ തന്നെ മറ്റു ഭാഗം കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് അവസാനിപ്പിക്കും. ഈ ലോങ് ചെയിൻ ആയതുകൊണ്ട് ഹുക്ക് വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ. പിന്നെ നമ്മൾ ലോക്കറ്റ് ഓൾറെഡി ഇങ്ങനെ കണക്ട് ചെയ്ത കാരണം നമുക്കിങ്ങനെ തലയിൽ കൂടെ തന്നെ ഇടാൻ പറ്റുന്ന വലിപ്പമുണ്ട് മാല. അതുകൊണ്ട് ഇതിൽ ഞാൻ ഹുക്ക് വെക്കുന്നില്ല, ജസ്റ്റ് കോർത്ത് കെട്ടിടുകയാണ് നൂല്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് കഴിഞ്ഞു. കോർത്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി രണ്ടറ്റവും ചേർത്ത് കെട്ടിടാം. രണ്ടറ്റവും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു 2 കെട്ട് അല്ലെങ്കിൽ 3 കെട്ടിട്ടാൽ മതി. പിന്നെ അത് അഴിഞ്ഞ് വരുമൊന്നുമില്ല, നല്ല ടൈറ്റ് ആയിരുന്നോളും. എന്നാലും നമ്മൾ സാധാരണ നൂല് പോലെയല്ല, ഇത് കുറച്ച് മിനുസുള്ള ടൈപ്പാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ലൂസായി പോവും. പക്ഷേ നമ്മൾ അതിന് മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യും, പിന്നെ അത് ഇളകില്ല കേട്ടോ. അപ്പോൾ കെട്ടി കഴിഞ്ഞു. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്യുക, അപ്പോൾ ടൈറ്റ് ആയിരുന്നോളും. ഇനി എക്സ്ട്രാ വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിപ്പോൾ ബ്ലാക്ക് കളർ ബീഡ്സിൻ്റെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ നോർത്ത് ഇന്ത്യൻസിനെല്ലാം പറഞ്ഞാൽ അതൊരു മംഗൾസൂത്രയാണ്, താലിമാല പോലെ. ഒരു മാരീഡ് ആയവരായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാ വരുന്ന ത്രെഡ് നമുക്ക് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ ലോങ് ചെയിൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയില്ലേ? ഇനി വേറൊരു ഡിസൈൻ നോക്കാം. ഇതിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, അതുകൊണ്ട് രണ്ട് മാലയും തമ്മിൽ കമ്പയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു.
ഇത് തനിയെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. ആ മാല പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം ഈ ഡിസൈനിലുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇതിലെങ്ങനെയാ പറഞ്ഞാൽ ബ്ലാക്ക് കളർ മുത്തിനേക്കാൾ കുറച്ച് വലിയ സൈസ് മുത്താണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ ഈ റെഡ് കളർ മുത്തിൻ്റെ ഇടയിലും ഗോൾഡൻ കളർ, കുഞ്ഞ ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ടുണ്ട്. അതിലെങ്ങനെയാ പറഞ്ഞാൽ ഒരു മുത്ത് ഒരു ചക്കിരി, ഒരു മുത്ത് ഒരു ചക്കിരി, അങ്ങനെയായിരുന്നു. ഇതിൽ ഓരോ മുത്തിൻ്റെ സെറ്റ് കഴിഞ്ഞാലും ഓരോ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ടുണ്ട്. പിന്നെ ആ മാലയിൽ ഹുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതും ലോങ് ചെയിനിനെയാണ്, നമുക്ക് തലയിൽ കൂടെ തന്നെ അങ്ങനെ ഇടാൻ പറ്റും. എങ്കിൽ കൂടി ഞാനതിൽ ഹുക്ക് വെച്ചു, കാരണം ഇതിൽ ലോക്കറ്റ് ഇല്ല. അപ്പോൾ ഒരു ഹുക്കും അത് കോർക്കാനുള്ള വട്ടക്കണ്ണി റിങ്ങും വെച്ചിട്ടില്ല. രണ്ട് ഹുക്കാണ് വെച്ചിരിക്കുന്നത്, രണ്ടും കൂടി ചേർത്തിടുന്ന പോലെ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലോക്കറ്റ് വേണ്ടവർക്ക് അതിൽ ലോക്കറ്റ് കോർത്തിടാം, മാലയിലെ കോർത്തിടാം. അല്ല, മാലയിൽ കോർത്തിടാൻ പറ്റാത്ത ചെറിയ ലോക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കൊക്കിയിൽ തന്നെ കോർത്തിടാം. അല്ലെങ്കിൽ ഈ ഷേപ്പിലുള്ള കൊക്കിയിലാണെങ്കിൽ കൂടി നമുക്ക് ലോക്കറ്റ് നടുവിൽ കോർത്തിട്ട് രണ്ട് സൈഡിലും ഈ ഹുക്ക് വെച്ചിട്ട് കോർത്തിടാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഹുക്ക് 2 എണ്ണം വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചക്കിരി അതിൽ യൂസ് ചെയ്ത പോലെയല്ല. ഇതിലെങ്ങനെയാ പറഞ്ഞാൽ മുത്തിൽ ചേർന്നിരിക്കുന്ന രണ്ട് സൈഡിലും മുത്ത് കവർ ചെയ്തിരിക്കുന്ന പോലെയുള്ള ചക്കിരിയാണ്. അതിലെങ്ങനെ ഒരു മുത്ത് കഴിഞ്ഞാൽ അടുത്ത മുത്ത് രണ്ടിൻ്റെ ഇടയിൽ വരുമ്പോൾ അത് മുത്തുമായിട്ട് ചേർന്നിരിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ഒരു ഡിഫറൻസ് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് മുത്തുമായിട്ട് കവർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ചക്കിരിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ 2 മാലയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ സജഷൻസും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.